മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങള് ഭൂമിയില് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും നന്മയും തിന്മയും ബാലൻസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു അവതരിച്ചത്. ഈ ദശാവതാരത്തില് ഒരു അവതാരം ഗൗതം ബുദ്ധയാണെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുക. കുറെ കാലം മുൻപ് വേദങ്ങള് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു. ഒരുപാട് ഹിംസയും ഒരുപാട് വയലൻസ് ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് മഹാവിഷ്ണു ഒരു പുതിയൊരു അവതാരം എടുത്തു. നോൺ വയലൻസ്, അതായത് അഹിംസയുടെ മാർഗം കാണിക്കാൻ വേണ്ടിയും ആൾക്കാരെ നേർവഴിയില് നടത്താൻ വേണ്ടിയും മഹാവിഷ്ണു ബുദ്ധന്റെ അവതാരം എടുത്തു. ചില ആൾക്കാർ ഇത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല. ബിക്കോസ് ഗൗതം ബുദ്ധ ഒരു ബുദ്ധനായിരുന്നു എന്നുള്ളൊരു വിശ്വാസമാണ്. പക്ഷെ ശരിക്ക് ഗൗതം ബുദ്ധ സിദ്ധാർത്ഥ എന്ന പേരിലൊരു ഹിന്ദു പ്രിൻസ് ആയിരുന്നു. അപ്പം എന്തുകൊണ്ട് ഒരു ഹിന്ദു പ്രിൻസിന്റെ ഒരു ഹിന്ദു രാജാവിന്റെ ഫോം മഹാവിഷ്ണുവിന് എടുത്തുകൂടാ? നിങ്ങളുടെ എന്താണ് അഭിപ്രായം? നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? നമ്മൾ അറിയാത്ത കുറെ സീക്രറ്റ്സ് ഇനിയുണ്ടോ?